ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 20,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. ഇപ്പം 15,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണുകൾ എവിടെയാണ് കണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അതും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ CMF ഫോൺ 1 കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7300 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. 50+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനൽ വരുന്നുണ്ട്. 16,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് Realme Narzo 70 Turbo എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലൊന്നും വരുന്നില്ല. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജർ വരുന്നുണ്ട്. പക്ഷേ CMF ഫോൺ 1 ബോക്സിൽ ചാർജർ വരുന്നില്ല. 15,500 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോണും കൺസിഡർ ചെയ്യാം. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് Realme P1 സ്പീഡ് എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് 15,400 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ് Realme P3 എന്നുള്ള സ്മാർട്ട് ഫോൺ. ഇപ്പം ഇതിൽ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള Snapdragon 6 Gen 4 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. സെയിം ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 6000 mAh ബാറ്ററി 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ബഡ്ജറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എത്തിക്കാം എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ ഒരു 17,500 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO Z9 5G ഉണ്ട്. അപ്പം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. 17,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. സെയിം ഫീച്ചേഴ്സുമായിട്ട് Vivo T3 എന്ന ഫോണും വരുന്നുണ്ട്. പക്ഷേ വില 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഇതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ചില ഫോണുകൾ 15,000 ടു ഒരു 17,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ പല ആൾക്കാർക്കും ചില ബ്രാൻഡുകളുടെ തന്നെ ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചില ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ സാംസങ്ങിൻ്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 16,800 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F55 5G എന്ന സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 7 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+ 8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 16,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഒരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ ബ്ലേസ് കർവ് എന്ന സ്മാർട്ട് ഫോൺ നോക്കാം. അപ്പം 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 64+ 8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്യുവൽ ഡിസ്പ്ലേ ഒക്കെ വേണ്ടി വരും. അതായത് ഫോണിൻ്റെ ബാക്കിൽ ഒരു എക്സ്ട്രാ ഡിസ്പ്ലേയും കൂടി വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാവ ബ്ലേസ് ഡുവോ എന്ന സ്മാർട്ട് ഫോൺ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ ഫ്രണ്ടിൽ സെയിം ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പക്ഷേ ബാക്കിൽ എക്സ്ട്രാ ആയിട്ട് 1.58 ഇഞ്ചിൻ്റെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സിന് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ക്യാമറയിൽ മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയെ വരുന്നുള്ളൂ. സെയിം ബാറ്ററി സെറ്റപ്പാണ് വരുന്നത്. അപ്പം 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡ്യുവൽ ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മോട്ടറോളയുടെ തന്നെ ഒരു ഫോൺ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ Moto G85 5G കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Snapdragon 6 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+ 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. OISന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് OnePlusന്റെ ഒരു ഫോൺ തന്നെ വേണം എന്നുണ്ടെങ്കിൽ OnePlus Nord C4 Lite എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് നോക്കാം. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 695 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 50+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്.
5110 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. 16,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ഈ ഒരു 17,500 രൂപ പ്രൈസ് റേഞ്ചിന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ചില ഫോൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് റെഡ്മി നോട്ട് 13 പ്രോ ആണ്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 ബിറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ റിയൽമിയുടെ ഫോണിൻ്റെ കാര്യത്തിൽ റിയൽമി P2 Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷനാണ് വരുന്നത്. പിന്നെ സെയിം സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5200 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,100 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ നത്തിങ്ങിൻ്റെ നത്തിങ് ഫോൺ 2A എന്ന സ്മാർട്ട് ഫോൺ 18,800 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം അതിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പം 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും, MediaTek Dimensity 7200 Pro എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റെക്കമെൻഡ് ചെയ്യുന്ന ചില ഫോൺസ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡ് പ്രിഫറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോക്കോയുടെ ഒരു ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ X7 നോക്കാം. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും 12 ബിറ്റ് ഡിസ്പ്ലേയുടെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. MediaTek Dimensity 7300 Ultra എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ റിയൽമിയുടെ ഒരു ഫോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയൽമി P2 Pro. അതിൽ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സറേ ഇതിൽ വരുന്നുള്ളൂ. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി 12 വരുന്നുണ്ട്. അതും 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. പിന്നെ ഐക്കൂടെ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഐക്കോ Z7 Pro എന്ന സ്മാർട്ട് ഫോൺ നോക്കാം. കുറച്ച് പഴയ ഫോണാണ്, എന്നാലും 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇതിൽ MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ 4600 mAh ബാറ്ററിയും 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് 20,000 രൂപയ്ക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാനേതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ CMO ഫോൺ 1 അല്ലെങ്കിൽ റിയൽമി നാർസോ 70 ടെർബോയോ സെലക്ട് ചെയ്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റിയൽമി P3 ഞാൻ സെലക്ട് ചെയ്തേക്കാം. ബഡ്ജറ്റ് കുറച്ചും കൂടെ കൂട്ടാം എന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2 ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഫോൺ. അല്ലാന്നുണ്ടെങ്കിൽ കേർവ്ഡ് ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ റിയൽമി P2 Pro നോക്കിയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 13 Pro എന്ന സ്മാർട്ട് ഫോണും ഞാൻ കൺസിഡർ ചെയ്തേക്കാം. അപ്പം അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.